പുലർച്ചെ 4 മണി. ലോകം മുഴുവൻ ഗാഢമായ ഉറക്കത്തിലാണ്ടിരിക്കുന്ന സമയം. പുറത്ത് കനത്ത ഇരുട്ടാണ്. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലും മങ്ങിത്തുടങ്ങിയിട്ടില്ല. ജനൽപ്പാളികൾക്കിടയിലൂടെ വീശുന്ന തണുത്ത കാറ്റിന് ഒരു പ്രത്യേക സുഗന്ധമുണ്ട്. നിശബ്ദത. അതെ, ആഴമേറിയ ശാന്തമായ നിശബ്ദത. പക്ഷികൾ പോലും ഉണർന്നിട്ടില്ല. വാഹനങ്ങളുടെ ഇരമ്പലുകളില്ല. മനുഷ്യരുടെ ആരവങ്ങളില്ല. പ്രകൃതി അതിന്റെ ഏറ്റവും പരിശുദ്ധമായ ഭാവത്തിൽ ഒരു ധ്യാനത്തിലെന്ന പോലെ നിൽക്കുന്ന സമയം. ഈ സമയത്താണ് നിങ്ങൾ കണ്ണു തുറക്കുന്നത് എന്ന് സങ്കൽപ്പിക്കുക. കിടക്കയിൽ നിന്നും എഴുന്നേറ്റ് ആ ശാന്തതയിലേക്ക് നിങ്ങൾ കാതോർക്കുന്നു. നിങ്ങളുടെ മനസ്സ് ഒരു വെള്ളക്കടലാസുപോലെ ശൂന്യമാണ്. അവിടെ ഇന്നലത്തെ സങ്കടങ്ങളില്ല, നാളത്തെക്കുറിച്ചുള്ള ആശങ്കകളില്ല. ആ നിമിഷം, ആ ബ്രഹ്മമുഹൂർത്തം, പ്രപഞ്ചം നിങ്ങളോട് നേരിട്ട് സംസാരിക്കാൻ തയ്യാറായി നിൽക്കുന്ന സമയമാണ്. അവിടെയാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. അവിടെയാണ് നമ്മുടെ ജീവിതത്തിന്റെ ഗതി മാറിമറിയുന്നത്. രാവിലത്തെ പ്രാർത്ഥന എന്നത് കേവലം ഒരാചാരമല്ല, അതൊരു താക്കോലാണ്. അടഞ്ഞുകിടക്കുന്ന വലിയ വാതിലുകൾ തുറക്കാനുള്ള സ്വർണ്ണ താക്കോൽ. പക്ഷേ നമ്മളിൽ എത്ര പേർക്ക് ഈ അനുഭവം ലഭിക്കുന്നുണ്ട്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. മിക്കവാറും ദിവസങ്ങളിൽ നമ്മൾ എഴുന്നേൽക്കുന്നത് എങ്ങനെയാണ്? അലാറം അടിച്ചുടനെ ചാടി എഴുന്നേൽക്കുന്നു. കണ്ണു തുറക്കുന്നതിനു മുമ്പേ കൈകൾ പരത്തുന്നത് തലയിണയ്ക്കടിയിൽ വെച്ച മൊബൈൽ ഫോണിലേക്കാണ്. ഉറക്കച്ചടവോടെ നമ്മൾ സ്ക്രീനിലേക്ക് നോക്കുന്നു. വാട്സാപ്പിലെ മെസ്സേജുകൾ, ഫേസ്ബുക്കിലെ വാർത്തകൾ, ഇൻസ്റ്റഗ്രാമിലെ തിളക്കമുള്ള ചിത്രങ്ങൾ, ലോകത്തിന്റെ ഏതോ കോണിൽ നടന്ന അപകടങ്ങൾ, തർക്കങ്ങൾ, ബഹളങ്ങൾ. കണ്ണു തുറന്ന 5 മിനിറ്റിനുള്ളിൽ നമ്മുടെ തലച്ചോറിലേക്ക് നമ്മൾ കോരിയിടുന്നത് ഒരു വലിയ മലയോളം വരുന്ന മാലിന്യങ്ങളാണ്. മറ്റുള്ളവരുടെ ജീവിതങ്ങൾ, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ, അനാവശ്യമായ വിവരങ്ങൾ. ഇവയെല്ലാം കൂടി ആ പാവം മനസ്സിനെ വരിഞ്ഞുമുറുക്കുന്നു. എന്നിട്ട് നമ്മൾ പരാതിപ്പെടുന്നു, എനിക്ക് സമാധാനമില്ല, എന്റെ ദിവസം മോശമാണ്, എനിക്കൊന്നിനും സമയമില്ല എന്ന്. ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? ഒരു ഓട്ടമത്സരത്തിൽ പങ്കെടുക്കുന്ന അത്ലറ്റിനെ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ട്രാക്കിൽ ഇറങ്ങുന്നതിനു മുമ്പ് അയാൾ തന്റെ ശരീരം വാമപ്പ് ചെയ്യുന്നു, മനസ്സ് ഏകാഗ്രമാക്കുന്നു. അയാൾക്ക് കൃത്യമായി അറിയാം, തന്റെ ശരീരവും മനസ്സും തയ്യാറെടുപ്പില്ലാതെ ആ ട്രാക്കിലേക്കിറങ്ങിയാൽ പരാജയം ഉറപ്പാണെന്ന്. നമ്മുടെ ഓരോ ദിവസവും, ഓരോ പ്രഭാതവും ഒരു വലിയ മത്സരമാണ്. ജീവിതം എന്ന വലിയ ട്രാക്കിലേക്കാണ് നമ്മൾ ഇറങ്ങുന്നത്. അവിടെ പ്രശ്നങ്ങളുണ്ട്, വെല്ലുവിളികളുണ്ട്, അപ്രതീക്ഷിതമായ തടസ്സങ്ങളുണ്ട്. പക്ഷേ നമ്മൾ എന്തു ചെയ്യുന്നു? യാതൊരു മുന്നൊരുക്കമില്ലാതെ, മനസ്സിനെ പാകപ്പെടുത്താതെ നമ്മൾ ആ ദിവസത്തിലേക്ക് എടുത്തുചാടുന്നു. ഇതുകൊണ്ടാണ് ചെറിയ കാര്യങ്ങൾ പോലും നമ്മളെ തളർത്തുന്നത്. ഓഫീസിലെ ചെറിയൊരു ശകാരം, ട്രാഫിക് ബ്ലോക്ക്, വീട്ടിലെ ചെറിയൊരു വഴക്ക്, ഇവയൊക്കെ മതി നമ്മുടെ സമനില തെറ്റിക്കാൻ. കാരണം നമ്മുടെ മനസ്സിന്റെ അടിത്തറ ദുർബലമാണ്. എന്നാൽ രാവിലത്തെ പ്രാർത്ഥനയെ കൂട്ടുപിടിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അങ്ങനെയല്ല. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ മുന്നിൽ പോയി നിന്ന് എനിക്ക് അത് വേണം, ഇത് വേണം, എന്റെ പ്രശ്നങ്ങൾ മാറ്റിത്തരൂ എന്നപേക്ഷിക്കുന്ന ലിസ്റ്റ് മാത്രമല്ല അത്. യഥാർത്ഥ പ്രാർത്ഥന എന്നത് ഒരു സംഭാഷണമാണ്. പ്രപഞ്ചശക്തിയുമായുള്ള, ആ പരമമായ ചൈതന്യവുമായുള്ള ഒരു ഹൃദയബന്ധം. ഒരു സംഗീതജ്ഞൻ സ്റ്റേജിൽ കയറുന്നതിനു മുമ്പ് തന്റെ വയലിൻ അല്ലെങ്കിൽ ഗിറ്റാർ ട്യൂൺ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? കമ്പികൾ അയഞ്ഞുപോയിട്ടുണ്ടോ എന്ന് നോക്കുന്നു, ശ്രുതി കൃത്യമാണോ എന്ന് പരിശോധിക്കുന്നു. ആ ട്യൂണിംഗ് നടന്നില്ലെങ്കിൽ എത്ര വലിയ സംഗീതജ്ഞനായാലും അയാൾ വായിക്കുന്നത് അപസ്വരമായിരിക്കും. നമ്മുടെ മനസ്സ് എന്ന് പറയുന്നതും ഇതുപോലൊരു സംഗീത ഉപകരണമാണ്. ഉറക്കത്തിൽ അയഞ്ഞുപോയതോ അല്ലെങ്കിൽ മുറുകിപ്പോയതോ ആയ അതിന്റെ കമ്പികളെ കൃത്യമായ ശ്രുതിയിൽ ക്രമീകരിക്കുന്ന പ്രക്രിയയാണ് രാവിലത്തെ പ്രാർത്ഥന. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എന്തുകൊണ്ടാണ് പഴയ ഋഷിവര്യന്മാരും വിജയിച്ച മനുഷ്യരും വലിയ ചിന്തകരുമെല്ലാം അതിരാവിലെ എഴുന്നേൽക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും ഇത്രയധികം പ്രാധാന്യം നൽകിയത്? ശാസ്ത്രീയമായി നോക്കിയാൽ നമ്മൾ ഉറക്കമുണരുന്ന ആ ആദ്യത്തെ സമയത്ത് നമ്മുടെ തലച്ചോറ് ഒരു പ്രത്യേക അവസ്ഥയിലായിരിക്കും. തീറ്റ സ്റ്റേറ്റ് അല്ലെങ്കിൽ ആൽഫ സ്റ്റേറ്റ് എന്നൊക്കെ അതിനെ വിളിക്കാം. ആ സമയത്ത് നമ്മുടെ ബോധമനസ്സ് പൂർണ്ണമായി ഉണർന്നിട്ടുണ്ടാവില്ല. എന്നാൽ ഉപബോധമനസ്സ്, അതായത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് വളരെ സജീവമായിരിക്കും. ആ സമയത്ത് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ, എന്ത് പറയുന്നുവോ, അത് നേരെ പതിയുന്നത് നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്കാണ്. അവിടെയാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ തിരക്കഥ എഴുതപ്പെടുന്നത്. ആ സമയത്ത് നിങ്ങൾ ആകുലതകളാണ് ചിന്തിക്കുന്നതെങ്കിൽ, ഇന്നത്തെ ദിവസം എന്തു ചെയ്യും, പണം എവിടുന്ന് കണ്ടെത്തും, കടം എങ്ങനെ വീട്ടും എന്നൊക്കെയാണ് ചിന്തിക്കുന്നതെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ഉപബോധ മനസ്സിന് നൽകുന്ന നിർദ്ദേശം പരാജയത്തിൻ്റെതാണ്. എന്നാൽ ആ പവിത്രമായ സമയത്ത് കൈകൾ കൂപ്പി
കണ്ണുകളടച്ച് നിറഞ്ഞ മനസ്സോടെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, നന്ദി പറയുമ്പോൾ സംഭവിക്കുന്നത് വലിയൊരു മാജിക്കാണ്. ഒരു ചെറിയ കഥ പറയാം. പണ്ട് ഒരു ഗ്രാമത്തിൽ വളരെ കഠിനാധ്വാനിയായ ഒരു കർഷകനുണ്ടായിരുന്നു. അയാൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ പാടത്ത് പണിയെടുക്കും. പക്ഷെ എന്തുകൊണ്ടോ അയാൾക്ക് അർഹിച്ച ഫലം ലഭിച്ചിരുന്നില്ല. കൃഷിനാശങ്ങൾ, സാമ്പത്തിക ബാധ്യതകൾ, വീട്ടിലെ അസുഖങ്ങൾ, അങ്ങനെ അയാൾ വല്ലാതെ വലഞ്ഞു. അയാൾക്ക് ദേഷ്യവും നിരാശയും കൂടി വന്നു. ഓരോ ദിവസവും അയാൾ എഴുന്നേൽക്കുന്നത് തന്നെ ഇന്നെങ്കിലും എന്തെങ്കിലും ദുരന്തമുണ്ടാകാതിരിക്കുമോ എന്ന പേടിയോടെയാണ്. ഒരു ദിവസം ആ ഗ്രാമത്തിലൂടെ സഞ്ചരിച്ചിരുന്ന ഒരു സന്യാസി ഇയാളുടെ ദുരിതം കണ്ടു. സന്യാസി അയാളോട് ചോദിച്ചു, സുഹൃത്തെ, നീ എന്തിനാണ് ഇത്രയധികം ഭാരം ചുമക്കുന്നത്? കർഷകൻ അത്ഭുതത്തോടെ ചോദിച്ചു, ഞാൻ ഭാരമൊന്നും ചുമക്കുന്നില്ലല്ലോ സ്വാമി, എന്റെ കൈകൾ വെറുതെയാണല്ലോ. സന്യാസി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ല, നീ കാണാത്ത എന്നാൽ നിന്നെ തളർത്തുന്ന ഒരു വലിയ ഭാണ്ഡം നിന്റെ മനസ്സിലുണ്ട്. ഓരോ പ്രഭാതത്തിലും നീ എഴുന്നേൽക്കുമ്പോൾ ഇന്നലത്തെ പരാജയങ്ങളുടെയും നാളത്തെ പേടികളുടെയും ഭാരം നീ തോളിലേറുന്നു. പിന്നെങ്ങനെ നിനക്ക് സ്വതന്ത്രമായി പണിയെടുക്കാൻ സാധിക്കും? കർഷകൻ ചോദിച്ചു, പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? സന്യാസി ഒരു വിദ്യ ഉപദേശിച്ചു കൊടുത്തു. നാളെ മുതൽ നീ പാടത്തേക്ക് ഇറങ്ങുന്നതിനു മുൻപ്, സൂര്യൻ ഉദിക്കുന്നതിനു മുൻപേ എഴുന്നേൽക്കുക. കുളിച്ച് ശുദ്ധമായി 5 മിനിറ്റ്, വെറും 5 മിനിറ്റ് നീ നിശബ്ദനായിരിക്കുക. നിന്റെ എല്ലാ ഭാരങ്ങളും സങ്കടങ്ങളും ആ പ്രപഞ്ചശക്തിയുടെ കാൽക്കൽ സമർപ്പിക്കുക. എന്നിട്ട് പറയുക, ദൈവമേ, ഈ ദിവസം അങ്ങയുടെ ദാനമാണ്. ഇതിൽ വരുന്ന എല്ലാ വെല്ലുവിളികളെയും നേരിടാനുള്ള ശക്തി എനിക്ക് തരണമേ. ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി പരിശ്രമിക്കും. ഫലം അങ്ങേക്ക് വിട്ടുതരുന്നു. ഇങ്ങനെ പ്രാർത്ഥിച്ച ശേഷം മാത്രം പണി തുടങ്ങുക. കർഷകൻ അതനുസരിക്കാൻ തീരുമാനിച്ചു. ആദ്യത്തെ 1-2 ദിവസം അയാൾക്ക് വലിയ മാറ്റമൊന്നും തോന്നിയില്ല. പഴയ ചിന്തകൾ ഇടയ്ക്കിടെ വന്ന് ശല്യപ്പെടുത്തി. പക്ഷെ അയാൾ വിട്ടുകൊടുത്തില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അയാൾക്കൊരു കാര്യം മനസ്സിലായി. രാവിലെ എഴുന്നേൽക്കുമ്പോൾ പണ്ടത്തെ ആ ഭാരം നെഞ്ചിലില്ല. വല്ലാത്തൊരു ഉന്മേഷം. പാടത്ത് പണിയെടുക്കുമ്പോൾ ക്ഷീണം തോന്നുന്നില്ല. വെയിലത്ത് നിൽക്കുമ്പോഴും മനസ്സ് തണുത്തിരിക്കുന്നു. മാസങ്ങൾ കടന്നുപോയി. അയാളുടെ കൃഷിരീതി മാറിയില്ല, മണ്ണ് മാറിയില്ല, കാലാവസ്ഥ മാറിയില്ല. പക്ഷേ വിളവ് ഇരട്ടിയായി. അയാളുടെ മുഖത്തെ കറുപ്പ് മാറി തെളിച്ചം വന്നു. വീട്ടിൽ സമാധാനം വന്നു. എന്താണവിടെ സംഭവിച്ചത്? പുറമേ ഒന്നും മാറിയില്ല. പക്ഷേ അയാളുടെ ഉള്ളിലെ ആന്തരിക ഊർജം മാറി. പ്രഭാത പ്രാർത്ഥന എന്ന ആ ഒറ്റ ശീലം അയാളുടെ വിധിയെ തിരുത്തിക്കുറിച്ചു. നമ്മളും പലപ്പോഴും ആ കർഷകനെ പോലെയാണ്. നമ്മൾ കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്, ഓടുന്നുണ്ട്, വിയർക്കുന്നുണ്ട്. പക്ഷെ വണ്ടി മുന്നോട്ട് നീങ്ങുന്നില്ല. കാരണം നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഇട്ടുകൊണ്ടാണ് ആക്സലറേറ്റർ കൊടുക്കുന്നത്. നമ്മുടെ മനസ്സിലെ പേടികളും ഉത്കണ്ഠകളും നെഗറ്റീവ് ചിന്തകളുമാണ് ആ ഹാൻഡ് ബ്രേക്ക്. രാവിലത്തെ പ്രാർത്ഥന ആ ബ്രേക്ക് റിലീസ് ചെയ്യുന്ന നിമിഷമാണ്. നിങ്ങൾ ദൈവത്തോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രപഞ്ചത്തോട് നന്ദി പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ഭയമില്ലാതാകുന്നു. ഭയമില്ലാത്ത മനസ്സിൽ മാത്രമേ ആത്മവിശ്വാസം വളരുകയുള്ളൂ. ആത്മവിശ്വാസമുള്ള മനസ്സിൽ മാത്രമേ വിജയങ്ങൾ തേടിയെത്തുകയുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഒരു ദിവസം രാവിലെ നിങ്ങളുടെ മനസ്സ് ശാന്തമായൊരു തടാകം പോലെയാണെങ്കിൽ അതിലേക്ക് വീഴുന്ന ഓരോ ചെറിയ കല്ലും, അതായത് ഓരോ ചെറിയ പ്രശ്നവും വലിയ ഓളങ്ങൾ ഉണ്ടാക്കില്ല. അത് പെട്ടെന്ന് തന്നെ ശാന്തമാകും. മറിച്ച് നിങ്ങളുടെ മനസ്സ് തിളച്ചുമറിയുന്ന ഒരു കടലുപോലെയാണെങ്കിൽ ചെറിയൊരു കാറ്റ് വീശിയാൽ പോലും അത് വലിയ കൊടുങ്കാറ്റായി മാറും. പ്രാർത്ഥന ആ തടാകത്തെ ശാന്തമാക്കി നിർത്തുന്നു. എനിക്കിത് സാധിക്കും, ഞാൻ തനിച്ചല്ല, ഒരു വലിയ ശക്തി എന്നെ നയിക്കുന്നുണ്ട് എന്ന ബോധം അത് നമുക്ക് നൽകുന്നു. ഈ ബോധം ഉള്ളിൽ ഉറച്ചുകഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് പേടിക്കുന്നത്? ആരെയാണ് പേടിക്കുന്നത്? പക്ഷേ ഇവിടെ ഒരു ചോദ്യം വരാം. എങ്ങനെയാണ് ശരിക്കും പ്രാർത്ഥിക്കേണ്ടത്? ഞാൻ എന്നും പ്രാർത്ഥിക്കാറുണ്ട്, പക്ഷേ എനിക്ക് ഫലമൊന്നും കാണുന്നില്ലല്ലോ എന്നു പറയുന്നവരുണ്ട്. എന്താണതിന് കാരണം? അവിടെയാണ് പ്രാർത്ഥനയുടെ ശാസ്ത്രം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചുണ്ടുകൾ കൊണ്ട് മന്ത്രങ്ങൾ ഉരുവിടുന്നതല്ല പ്രാർത്ഥന. മനസ്സ് വേറെ എവിടെയോ അലഞ്ഞുതിരിയുകയും വായുകൊണ്ട് മാത്രം ദൈവനാമം ജപിക്കുകയും ചെയ്താൽ അത് വെറും വ്യായാമം മാത്രമാണ്. അതിന് ആത്മാവില്ല. രാവിലത്തെ പ്രാർത്ഥന അത്ഭുതങ്ങൾ സൃഷ്ടിക്കണമെങ്കിൽ അതിന് ചില ചിട്ടകളും രീതികളുമുണ്ട്. അത് നമ്മുടെ വൈബ്രേഷനെ, നമ്മുടെ തരംഗങ്ങളെ മാറ്റുന്ന രീതിയിലായിരിക്കണം. നിങ്ങൾ എഴുന്നേൽക്കുന്ന ആ നിമിഷം, കിടക്കയിൽ നിന്നും കാലുകൾ തറയിൽ സ്പർശിക്കുന്നതിനു മുൻപ് ഒരു നിമിഷം കണ്ണുകൾ അടച്ചിരിക്കുക.
നിങ്ങളുടെ ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുക. ഉള്ളിലേക്ക് കയറുന്ന ഓരോ ശ്വാസവും പോസിറ്റീവ് എനർജിയാണെന്നും പുറത്തേക്ക് പോകുന്ന ഓരോ ശ്വാസവും നിങ്ങളുടെ ശരീരത്തിലെയും മനസ്സിലെയും വിഷാംശങ്ങളാണെന്നും സങ്കൽപ്പിക്കുക. ഈ ലളിതമായ ക്രിയയിലൂടെ നിങ്ങൾ വർത്തമാനകാലത്തിലേക്ക് വരികയാണ്. ശ്വാസത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് വർത്തമാനകാലത്തിലേക്ക് മനസ്സിനെ കൊണ്ടുവരുന്ന ആ നിമിഷം നിങ്ങൾ അറിയാതെ തന്നെ പ്രകൃതിയുടെ താളത്തിനൊത്ത് ലയിക്കുകയാണ്. പിന്നീട് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നന്ദി പറയുക എന്നതാണ്. അതെ, പ്രാർത്ഥനയെന്നാൽ ആവശ്യങ്ങളുടെ പട്ടിക നിരത്തലല്ല, മറിച്ച് ലഭിച്ച അനുഗ്രഹങ്ങളുടെ കണക്കെടുപ്പാണെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മളിൽ ഭൂരിഭാഗം പേരും ദൈവത്തിനു മുന്നിൽ നിൽക്കുന്നത് ഒരു ഭിക്ഷക്കാരനെ പോലെയാണ്. എനിക്കതില്ല, ഇതില്ല, എന്റെ അയൽവക്കത്തുള്ളവർക്ക് കാറുണ്ട്, എനിക്കില്ല, അവർക്ക് നല്ല വീടുണ്ട്, എനിക്കില്ല. ഇങ്ങനെ ഇല്ലായ്മകളുടെ ഒരു വലിയ ലിസ്റ്റുമായാണ് നമ്മൾ രാവിലെ കണ്ണു തുറക്കുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നൊരു അതിഥി വന്നപാടെ നിങ്ങളുടെ വീടിന്റെ കുറവുകൾ മാത്രം ചൂണ്ടിക്കാണിച്ചാൽ നിങ്ങൾക്ക് അയാളോട് എന്തു തോന്നും? ഈ ജനലിനു ഭംഗിയില്ല, ചായയ്ക്ക് മധുരമില്ല, സോഫയ്ക്ക് നിറം പോരാ എന്ന് പരാതി പറയുന്ന ഒരാൾക്ക് വീണ്ടും ചായ കൊടുക്കാൻ നിങ്ങൾക്ക് തോന്നുമോ? ഇല്ലല്ലോ. എന്നാൽ വന്നപാടെ എന്തൊരു നല്ല വീട്, എത്ര സ്നേഹമുള്ള പെരുമാറ്റം എന്നു പറയുന്നൊരാളോട് നിങ്ങൾക്ക് വല്ലാത്തൊരു സ്നേഹം തോന്നും. അവർക്ക് കൂടുതൽ നൽകാൻ നിങ്ങൾ ആഗ്രഹിക്കും. ഇതുതന്നെയാണ് പ്രപഞ്ചത്തിന്റെ നിയമവും. നിങ്ങൾ എന്തിനാണോ നന്ദി പറയുന്നത് അത് നിങ്ങൾക്ക് കൂടുതൽ ലഭിക്കും. നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ പരാതി പറയുന്നത് ആ പരാതികൾക്കുള്ള കാരണങ്ങൾ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ലഭിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് രാവിലത്തെ പ്രാർത്ഥനയിൽ ആദ്യം വേണ്ടത് നന്ദിയാണ്. ഇന്ന് രാവിലെ സുരക്ഷിതമായി എഴുന്നേൽക്കാൻ കഴിഞ്ഞതിന് നന്ദി. കാരണം ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് രാവിലെ ഉണർന്നിട്ടില്ല. ആശുപത്രിയിലെ വെന്റിലേറ്ററിൽ കിടന്ന് സ്വന്തമായി ഒന്ന് ശ്വസിക്കാൻ പാടുപെടുന്നവരുണ്ട്. അപ്പോഴാണ് നിങ്ങൾക്ക് യാതൊരു തടസ്സവുമില്ലാതെ ശ്വസിക്കാൻ കഴിയുന്നത്. അതിന് നന്ദി പറയൂ. തലചായ്ക്കാൻ ഒരു കൂരയുള്ളതിന്, കഴിക്കാൻ ആഹാരമുള്ളതിന്, സ്നേഹിക്കാൻ കുടുംബമുള്ളതിന്, ഇതിനൊക്കെ നന്ദി പറയുന്ന ആ നിമിഷം നിങ്ങളുടെ ചുറ്റുമൊരു പോസിറ്റീവ് ഓറ രൂപപ്പെടുന്നു. നിങ്ങളുടെ ഫ്രീക്വൻസി മാറുന്നു. പരാതിയുടെ താഴ്ന്ന ഫ്രീക്വൻസിയിൽ നിന്നും സമൃദ്ധിയുടെ ഉയർന്ന ഫ്രീക്വൻസിയിലേക്ക് നിങ്ങൾ ഉയർത്തപ്പെടുന്നു. ഇതൊരു ചെറിയ കാര്യമല്ല. ഈ മാറ്റം നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശത്തെയും ഉണർത്തും. ഒരു പഴയ കഥയുണ്ട്. അത്ഭുതങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ചിന്തകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് കാണിക്കുന്ന ഒരു കഥ. ഒരിക്കൽ ഒരു യാത്രക്കാരൻ നടന്ന് ക്ഷീണിച്ച് ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്നു. അതൊരു സാധാരണ മരമായിരുന്നില്ല. പുരാണങ്ങളിൽ പറയുന്ന കൽപ്പവൃക്ഷമായിരുന്നു. ചോദിക്കുന്നതെന്തും നൽകുന്ന മരം. പക്ഷെ യാത്രക്കാരന് അതറിയില്ലായിരുന്നു. അയാൾ ക്ഷീണം കൊണ്ട് വിചാരിച്ചു, നല്ല ദാഹമുണ്ട്, കുറച്ച് തണുത്ത വെള്ളം കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അത്ഭുതം! തൊട്ടുമുന്നിൽ ഒരു സ്ഫടിക പാത്രത്തിൽ തണുത്ത വെള്ളം പ്രത്യക്ഷപ്പെട്ടു. അയാൾ അത്ഭുതത്തോടെ അത് കുടിച്ചു. ദാഹം മാറിയപ്പോൾ അയാൾക്ക് വിശക്കാൻ തുടങ്ങി. നല്ല രുചിയുള്ള ഭക്ഷണം കൂടിയുണ്ടായിരുന്നെങ്കിൽ. നിമിഷനേരം കൊണ്ട് മുന്നിൽ വിഭവസമൃദ്ധമായ ഭക്ഷണം നിരന്നു. അയാൾ വയറ് നിറയെ കഴിച്ചു. ക്ഷീണവും വിശപ്പും മാറിയപ്പോൾ അയാൾ ചുറ്റും നോക്കി. ആരുമില്ലാത്ത കാട്. അയാൾക്ക് പെട്ടെന്നൊരു പേടി തോന്നി. ഇവിടെ ആരുമില്ലല്ലോ, ഇനി വല്ല പുലിയോ സിംഹമോ ഇറങ്ങി എന്നെ പിടിച്ചു തിന്നുമോ? ആ നിമിഷം തന്നെ മരത്തിന്റെ പിന്നിൽ നിന്നും ഒരു പുലി ചാടി വീണ് അയാളെ ആക്രമിച്ചു. നോക്കൂ, ആ കൽപ്പവൃക്ഷം അയാൾക്ക് നന്മയും തിന്മയും വേർതിരിച്ചു നൽകിയതല്ല. അയാളുടെ മനസ്സ് എന്ത് ചിന്തിച്ചുവോ അത് അതേപടി യാഥാർത്ഥ്യമാക്കി കൊടുത്തു എന്നേയുള്ളൂ. നമ്മുടെ രാവിലത്തെ സമയവും ഇതുപോലെയൊരു കൽപ്പവൃക്ഷമാണ്. ഉറക്കമുണർന്ന് ആദ്യത്തെ 1 മണിക്കൂർ നിങ്ങളുടെ മനസ്സ് ഒരു കൽപ്പവൃക്ഷത്തിന്റെ ചുവട്ടിലാണിരിക്കുന്നത്. ആ സമയത്ത് നിങ്ങൾ പേടികളെക്കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ, പരാജയങ്ങളെക്കുറിച്ചാണ് ഓർക്കുന്നതെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ദിവസത്തിലേക്ക് പരാജയങ്ങളെ ക്ഷണിച്ചു വരുത്തുകയാണ്. മറിച്ച് ആ സമയത്ത് നിങ്ങൾ നന്ദി പറയുകയും നല്ല കാര്യങ്ങൾ സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ ആ ദിവസം നിങ്ങളെ അത്ഭുതപ്പെടുത്തും. ഇനി പ്രാർത്ഥനയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. അതാണ് ദൃശ്യവൽക്കരണം അഥവാ വിഷ്വലൈസേഷൻ. കണ്ണുകൾ അടച്ച് നന്ദി പറഞ്ഞ ശേഷം ഇന്നത്തെ ദിവസം എങ്ങനെയായിരിക്കണമെന്ന് നിങ്ങൾ മനസ്സിൽ കാണണം. ഇതൊരു പകൽക്കിനാവല്ല, മറിച്ച് നിങ്ങളുടെ ദിവസത്തിന്റെ രൂപരേഖ തയ്യാറാക്കലാണ്. ഒരു വലിയ കെട്ടിടം പണിയുന്നതിനു മുൻപ് ആർക്കിടെക്ട് അതിന്റെ പ്ലാൻ പേപ്പറിൽ വരയ്ക്കുന്നത് പോലെ നിങ്ങളുടെ ദിവസം യാഥാർത്ഥ്യമാകുന്നതിനു മുൻപ്
മനസ്സിൽ വരയ്ക്കണം. ഓഫീസിൽ പോകാൻ മടിയുള്ള ഒരാളാണോ നിങ്ങൾ? അല്ലെങ്കിൽ പരീക്ഷയെ പേടിയുള്ള വിദ്യാർത്ഥിയാണോ? എങ്കിൽ രാവിലെ പ്രാർത്ഥനയുടെ സമയത്ത് നിങ്ങൾ സന്തോഷത്തോടെ ഓഫീസിലെത്തുന്നതായും സഹപ്രവർത്തകർ നിങ്ങളെ ചിരിയോടെ സ്വീകരിക്കുന്നതായും ബോസ് നിങ്ങളെ അഭിനന്ദിക്കുന്നതായും മനസ്സിൽ കാണുക. ആ ഫയലുകളെല്ലാം കൃത്യമായി തീർട്ടുന്നതായും വൈകുന്നേരം സംതൃപ്തിയോടെ തിരികെ വീട്ടിലേക്ക് വരുന്നതായും സങ്കൽപ്പിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങളുടെ തലച്ചോറിന് യഥാർത്ഥ സംഭവവും ഭാവനയും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല. നിങ്ങളിത് മനസ്സിൽ കാണുമ്പോൾ തലച്ചോറ് അതിനനുസരിച്ചുള്ള ന്യൂറോണുകളെ ഉത്തേജിപ്പിക്കും. അത് നിങ്ങൾക്ക് വല്ലാത്തൊരു ആത്മവിശ്വാസം നൽകും. പിന്നീട് നിങ്ങൾ ശരിക്കും ഓഫീസിലെത്തുമ്പോൾ നിങ്ങളുടെ പെരുമാറ്റത്തിൽ ആ മാറ്റം പ്രകടമാകും. നിങ്ങളുടെ മുഖത്തെ ചിരി, നിങ്ങളുടെ വാക്കുകളിലെ ഉറപ്പ്, ഇതെല്ലാം കണ്ട് മറ്റുള്ളവർ അത്ഭുതപ്പെടും. ഇയാൾക്ക് ഇന്ന് എന്തുപറ്റി? വല്ലാത്തൊരു എനർജിയാണല്ലോ എന്നവർ ചോദിക്കും. വാസ്തവത്തിൽ പുറമേ ഒന്നും മാറിയിട്ടില്ല. മാറിയത് നിങ്ങളുടെ ഉള്ളിലെ കാഴ്ചപ്പാടാണ്. ആ മാറ്റം പുറം ലോകത്തേക്കും പ്രതിഫലിക്കുന്നു എന്നു മാത്രം. പക്ഷേ പലരും പറയാറുണ്ട്, എനിക്കിതിനൊന്നും സമയമില്ല. രാവിലെ എഴുന്നേറ്റാൽ യുദ്ധമാണ്. കുട്ടികളെ ഒരുക്കണം, അടുക്കളയിൽ കയറണം, ബസ് പിടിക്കണം എന്നൊക്കെ. ശരിയാണ്, തിരക്ക് പിടിച്ച ജീവിതമാണ് നമ്മുടേത്. പക്ഷെ രാവിലത്തെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം പൂജാമുറിയോ വിളക്കോ ചന്ദനത്തിരിയോ വേണമെന്നില്ല. അത് നിങ്ങളുടെ സൗകര്യം മാത്രമാണ്. യഥാർത്ഥ ക്ഷേത്രം നിങ്ങളുടെ മനസ്സാണ്. അടുക്കളയിൽ ദോശ ചുടുന്നതിനിടയിലും അല്ലെങ്കിൽ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴും കുളിക്കുമ്പോഴും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. വേണ്ടത് ഏകാഗ്രത മാത്രമാണ്. ചുറ്റുമുള്ള ബഹളങ്ങളിൽ നിന്ന് മനസ്സിനെ പിൻവലിച്ച് ഉള്ളിലേക്ക് നോക്കാനുള്ള കഴിവ്. ഒരു വീട്ടമ്മയെ സങ്കൽപ്പിക്കുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ, അയ്യോ, ഇന്ന് ഇത്രയും ജോലി കിടക്കുന്നുണ്ടല്ലോ, എന്റെ നടുവേദന മാറുന്നില്ലല്ലോ, കുട്ടികൾ പഠിക്കുന്നില്ലല്ലോ എന്ന ആവലാതിപ്പെട്ടുകൊണ്ടാണ് അവർ ദിവസം തുടങ്ങുന്നതെങ്കിൽ ആ ദിവസം മുഴുവൻ അവർക്ക് ഭാരമായിരിക്കും. അടുക്കളയിലെ പാത്രങ്ങളുടെ ശബ്ദം കൂടും, കുട്ടികളോടുള്ള ശകാരം കൂടും, ആഹാരത്തിന് പോലും രുചി കുറയും. കാരണം ആ ഭക്ഷണം പാകം ചെയ്തത് ദേഷ്യവും വിഷമവും നിറഞ്ഞ മനസ്സോടെയാണ്. എന്നാൽ അതേ വീട്ടമ്മ രാവിലെ എഴുന്നേറ്റ്, ദൈവമേ, എന്റെ കുടുംബത്തിന് ഭക്ഷണം നൽകാൻ എനിക്ക് അവസരം തന്നതിന് നന്ദി, എന്റെ കൈകൾക്ക് അപ്പമുണ്ടാക്കാൻ ശക്തി തന്നതിന് നന്ദി, ഈ ദിവസം സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജോലി തുടങ്ങിയാൽ ആ അടുക്കള ഒരു ക്ഷേത്രമായി മാറും. അവർ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ സ്നേഹത്തിന്റെ രുചിയുണ്ടാകും. ആ വീട്ടിൽ സമാധാനം കളിയാടും. കണ്ടില്ലേ, പ്രാർത്ഥന എന്നത് നമ്മൾ വിചാരിക്കുന്നതിലും എത്രയോ ലളിതവും എന്നാൽ ശക്തവുമാണ്. അത്ഭുതങ്ങൾ ആകാശത്ത് നിന്ന് പൊട്ടിവീഴുന്നതല്ല, അത് നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്നതാണ്. നമ്മൾ മാറുമ്പോൾ ലോകം മാറുന്നു. രാവിലെ നമ്മൾ ധരിക്കുന്ന ആ മാനസിക കവചം ആ ദിവസം മുഴുവൻ നമ്മളെ സംരക്ഷിക്കും. ആരെങ്കിലും നമ്മളെ ചീത്ത പറഞ്ഞാൽ പോലും അത് നമ്മളെ ബാധിക്കില്ല. അത് അവരുടെ പ്രശ്നം, എന്റെ സമാധാനത്തെ അത് തകർക്കില്ല എന്ന് ചിന്തിക്കാനുള്ള പക്വത നമുക്ക് ലഭിക്കും. റോഡിലെ ട്രാഫിക് ബ്ലോക്കിൽ കിടക്കുമ്പോൾ ദേഷ്യം വരുന്നതിന് പകരം ആ സമയം നല്ലൊരു പാട്ട് കേൾക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല കാര്യം ചിന്തിക്കാനോ നമ്മൾ ഉപയോഗിക്കും. ഇതാണ് യഥാർത്ഥ അത്ഭുതം. സാഹചര്യങ്ങൾ നമ്മളെ നിയന്ത്രിക്കുന്നതിനു പകരം നമ്മൾ സാഹചര്യങ്ങളെ നിയന്ത്രിക്കാൻ തുടങ്ങുന്നു. എന്നാൽ ഇതിനെല്ലാം തടസ്സമായി നിൽക്കുന്ന ഒരു കാര്യമുണ്ട്. അതാണ് ക്ഷമിക്കാനുള്ള മടി. ഇന്നലെ നമ്മളെ വേദനിപ്പിച്ചവരെ അല്ലെങ്കിൽ പണ്ടെപ്പോഴോ നമ്മളോട് തെറ്റ് ചെയ്തവരെ നമ്മൾ ഇന്നും മനസ്സിൽ കൊണ്ടു നടക്കുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ആ പഴയ പകയും ദേഷ്യവും നമ്മുടെ മനസ്സിൽ ഉണരുന്നു. ഇതൊരു വലിയ ഭാരമാണ്. കയ്യിലൊരു സഞ്ചി നിറയെ ചീഞ്ഞളിഞ്ഞ പച്ചക്കറികളും കൊണ്ട് നടക്കുന്ന ഒരാളെപ്പോലെയാണ് നമ്മൾ. അത് നാറുന്നുണ്ട്, ഭാരമുണ്ട്, എന്നിട്ടും നമ്മളത് കളയാൻ തയ്യാറല്ല. രാവിലത്തെ പ്രാർത്ഥന ആ സഞ്ചി താഴെ വയ്ക്കാനുള്ള സമയമാണ്. നിങ്ങളുടെ മനസ്സിനെ ശുദ്ധീകരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ക്ഷമ ചോദിക്കലും കൊടുക്കലുമാണ്. പ്രാർത്ഥനയുടെ സമയത്ത് കണ്ണടച്ച് നിങ്ങളെ വേദനിപ്പിച്ച ആളുടെ മുഖം മനസ്സിൽ കൊണ്ടുവരിക. എന്നിട്ട് പറയുക, നീ ചെയ്തത് തെറ്റായിരിക്കാം, ശരിയായിരിക്കാം, പക്ഷേ എന്റെ സമാധാനത്തിനു വേണ്ടി ഞാൻ നിനക്ക് മാപ്പ് നൽകുന്നു. നിന്റെ കർമ്മഫലം നിനക്ക്, എന്റെ സമാധാനം എനിക്ക്. ഞാൻ നിന്നെ എന്റെ മനസ്സിൽ നിന്നും സ്വതന്ത്രനാക്കുന്നു. ഇത് പറയുമ്പോൾ നിങ്ങൾക്കനുഭവപ്പെടുന്ന ആശ്വാസം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. വർഷങ്ങളായി പൂട്ടിയിട്ട ഒരു ഇരുട്ടുമുറിയിലേക്ക്
പെട്ടെന്ന് സൂര്യപ്രകാശം കടന്നുവരുന്നതുപോലെയാണത്. ആ ഭാരം ഒഴിഞ്ഞുപോകുമ്പോൾ ആ സ്ഥലത്തേക്ക് പുതിയ ഊർജം കടന്നുവരുന്നു. ഇപ്പോൾ നിങ്ങൾ നന്ദി പറഞ്ഞു, ദിവസം ദൃശ്യവൽക്കരിച്ചു, പഴയ മാലിന്യങ്ങളെ ക്ഷമിച്ചുകൊണ്ട് പുറന്തള്ളി. ഇപ്പോൾ നിങ്ങളുടെ മനസ്സൊരു സ്ഫടികപാത്രം പോലെ ശുദ്ധമാണ്. ഈ പാത്രത്തിലേക്കാണ് ഇനി പ്രപഞ്ചശക്തി ഒഴുകിയെത്തേണ്ടത്. ഇനിയാണ് ആ അവസാനത്തെ ഘട്ടം, സമർപ്പണം. നമ്മൾ എത്രയൊക്കെ പ്ലാൻ ചെയ്താലും നമ്മൾ വിചാരിക്കാത്ത ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാം. അവിടെയാണ് ദൈവത്തിന്റെ കയ്യൊപ്പ് പതിയുന്നത്. അവിടെയാണ് ദൈവത്തിന്റെ കയ്യൊപ്പ് പതിയുന്നത്. എന്റെ ആഗ്രഹങ്ങളിതാണ്, എന്റെ സ്വപ്നങ്ങളിതാണ്. പക്ഷേ ഇതിനേക്കാൾ മികച്ചതെന്താണോ എനിക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്നത്, അതെനിക്ക് തരയണമേ എന്ന ആത്മാർത്ഥമായ സമർപ്പണം. കാരണം നമ്മൾ കാണുന്നത് കുന്നിൻ ചെരുവിലെ ചെറിയൊരു കാഴ്ച മാത്രമാണ്. എന്നാൽ ദൈവം കാണുന്നത് ആ മലമുകളിൽ നിന്നുള്ള പൂർണ്ണമായ ദൃശ്യമാണ്. ചിലപ്പോൾ നമുക്ക് ലഭിക്കാത്ത ജോലിയോ നഷ്ടപ്പെട്ട ബന്ധങ്ങളോ ഒക്കെ അതിലും വലിയ എന്തോ ഒന്ന് വരാനിരിക്കുന്നതിന്റെ സൂചനയായിരിക്കാം. ആ വിശ്വാസം നമുക്കുണ്ടെങ്കിൽ ഒന്നിനെയും നമ്മൾ ഭയക്കില്ല. എന്തു കിട്ടിയാലും അത് നന്മയ്ക്കാണ് എന്ന് വിശ്വസിക്കാൻ കഴിയും. ഈ വിശ്വാസമാണ് രാവിലത്തെ പ്രാർത്ഥനയുടെ കാതൽ. ഇനി ഇതൊരു ശീലമാക്കി മാറ്റുന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു ദിവസം ജിമ്മിൽ പോയതുകൊണ്ട് ആരും ബോഡി ബിൽഡർ ആവില്ലല്ലോ. അതുപോലെ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചതുകൊണ്ട് മാത്രം ജീവിതം മാറിമറിയണമെന്നില്ല. ഇതൊരു തുടർച്ചയായ പ്രക്രിയയാണ്. ആദ്യത്തെ കുറച്ചു ദിവസങ്ങൾ ബുദ്ധിമുട്ടായിരിക്കും. പഴയ ശീലങ്ങൾ നിങ്ങളെ വലിച്ചു താഴെയിടാൻ ശ്രമിക്കും. ഇന്ന് വേണ്ട, നാളെയാവാം, ഇന്ന് കുറച്ചുകൂടി ഉറങ്ങാമെന്ന് മനസ്സ് മന്ത്രിക്കും. ആ സമയത്താണ് നിങ്ങളുടെ നിശ്ചയദാർഢ്യമുണരേണ്ടത്. ഓർക്കുക, സൂര്യൻ ഒരിക്കലും ഉദിക്കാൻ മറക്കാറില്ല. പൂക്കൾ വിരിയാൻ മടിക്കാറില്ല. പ്രകൃതി അതിന്റെ കടമകൾ തെറ്റാതെ ചെയ്യുന്നു. പ്രകൃതിയുടെ ഭാഗമായ നമ്മളും ആ താളത്തിലേക്ക് മടങ്ങിവരണം. ഇതൊരു ചെറിയ പരീക്ഷണമായി ഏറ്റെടുക്കുക. വരുന്ന 21 ദിവസം മുടക്കം കൂടാതെ രാവിലെ അല്പം നേരത്തെ എഴുന്നേൽക്കുക. മൊബൈൽ ഫോൺ മാറ്റിവെക്കുക. ആ പ്രഭാതത്തിന്റെ നിശബ്ദതയിലേക്ക് അലിഞ്ഞുചേരുക. നന്ദി പറയുക, സ്വപ്നങ്ങൾ കാണുക, ക്ഷമിക്കുക, സമർപ്പിക്കുക. ഈ 21 ദിവസം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ കണ്ട് നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും. നിങ്ങളുടെ മുഖത്തൊരു പുതിയ തിളക്കം വരും. വാക്കുകളിലൊരു വശ്യത വരും. പ്രശ്നങ്ങളല്ലാതായി മാറും. മുൻപ് നിങ്ങളെ ദേഷ്യപ്പെടുത്തിയിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങളെ ചിരിപ്പിക്കും. കാരണം നിങ്ങൾ വളർന്നിരിക്കുന്നു. നിങ്ങളുടെ മനസ്സു വികസിച്ചിരിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ലോകം മുഴുവൻ ഉറങ്ങുമ്പോൾ നിങ്ങൾ ഉണർന്നിരുന്നു പ്രപഞ്ചത്തോട് സംസാരിക്കുന്ന ആ നിമിഷം എത്ര മനോഹരമാണ്. നിങ്ങൾ ആ സമയത്തൊട്ടയ്ക്കല്ല. പ്രകൃതിയുടെ അനന്തമായ ശക്തി നിങ്ങളോടൊപ്പമുണ്ട്. കാറ്റായും വെളിച്ചമായും കിളികളുടെ പാട്ടായും അത് നിങ്ങളെ തൊട്ടുരുമി നിൽക്കുന്നു. ആ ശക്തിയെ ഉള്ളിലേക്ക് ആവാഹിക്കുക. എന്നിട്ട് നിറഞ്ഞ പുഞ്ചിരിയോടെ, ആത്മവിശ്വാസത്തോടെ പുതിയൊരു ദിവസത്തിലേക്ക്, പുതിയൊരു ജീവിതത്തിലേക്ക് കാൽ വയ്ക്കുക. രാവിലത്തെ പ്രാർത്ഥന വെറുമൊരു വാക്കുകളല്ല. അതൊരു ജീവിത ശൈലിയാണ്. അതൊരു മാറ്റത്തിന്റെ തുടക്കമാണ്. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്ക്, അശാന്തിയിൽ നിന്ന് സമാധാനത്തിലേക്കുള്ള യാത്രയാണത്. ആ യാത്ര ഇന്ന്, ഇപ്പോൾ തന്നെ തുടങ്ങാം. നാളെയല്ല, മറ്റന്നാളല്ല. അടുത്ത പുലരിയിൽ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് നിങ്ങളും ഉണരുക. പുതിയൊരു മനുഷ്യനായി, പുതിയൊരു ഊർജമായി. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നു. വിശ്വസിക്കുക, ആത്മാർത്ഥമായി വിശ്വസിക്കുക. കാരണം പ്രാർത്ഥിക്കുന്ന കൈകളേക്കാൾ പരിശുദ്ധമായ മറ്റൊന്നില്ല. വിശ്വസിക്കുന്ന മനസ്സിനേക്കാൾ ശക്തമായ മറ്റൊന്നില്ല. ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തിൽ തൊട്ടുവെങ്കിൽ, ഈ അറിവ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് തോന്നുന്നുവെങ്കിൽ, തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം ഇനിയും ഇതുപോലെയുള്ള ജീവിതം മാറ്റിമറിക്കാൻ ഉതകുന്ന അറിവുകളുമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ഇത് ഷെയർ ചെയ്തു കൊടുക്കുക. ഒരുപക്ഷേ അവരുടെ ജീവിതത്തിലെ ഒരു വലിയ മാറ്റത്തിന് നിങ്ങൾ കാരണമായേക്കാം. നന്ദി.